മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിലെ കണ്ടന്റുകളാണ് നമ്മൾ പറയുന്നത്. ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം തൽക്കാലം നമ്മൾ പറഞ്ഞു പോകുന്നു. കാരണം ഇത് വളരെ വലിയ കഥയായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. പക്ഷെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കണ്ടന്റുകളും എന്തുണ്ട് ഈ ചാപ്റ്ററിനകത്ത് ഉണ്ട്. ഓക്കെ, അപ്പൊ അതില് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി, ആദ്യം സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. കാരണം ഗംഗാ നദിയെ പറ്റിയൊക്കെ പറയുന്നത് ഈ ഗംഗാ നദിയുടെയും അതുപോലെ യമുന നദിയുടെയും അതുപോലെ തന്നെ സിന്ധു നദിയുടെയും തീരങ്ങളിലൊക്കെയാണ് ഈ അധികാര കേന്ദ്രങ്ങളൊക്കെ രൂപപ്പെട്ടത്. അതുകൊണ്ടാണ് ആ ചാപ്റ്ററിലെ ഫസ്റ്റ് കണ്ടന്റായിട്ട് എന്ത് വന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്, ഗംഗയാണ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ. അതുപോലെ യമുന എന്ന് പറയുന്നത് ഏത് നദിയുടെ പോഷക നദിയാണ്, ഗംഗയുടെ പോഷക നദിയാണ്. മനസ്സിലായോ? അത് രണ്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള രണ്ട് കണ്ടന്റുകളാണ്. അടുത്ത, ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്, യമുന നദിയുടെ തീരത്താണ്. അവിടെ കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനില്ല. മനസ്സിലായില്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണെന്ന് പറയുന്നു അല്ലെ. അതുപോലെ തന്നെ ഗംഗയുടെ പോഷക നദിയാണ് യമുന. ആ യമുനയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്, ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. ഇനി യമുന നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്, ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ് യമുന ഉത്ഭവിക്കുന്നത്. അപ്പം യമുന ഉത്ഭവിക്കുന്നത് യമുനോത്രിയിൽ നിന്നും, ഗംഗ ഉത്ഭവിക്കുന്നത് ഗംഗോത്രിയിൽ നിന്നുമാണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, കുത്തപ്പിനാർ, അതുപോലെ തന്നെ മെഹ്റൗളിയിലെ ഇരുമ്പ് സ്തംഭം, ഡൽഹിയിൽ ജുമാ മസ്ജിദ്, ഇന്ത്യ ഗേറ്റ്, ചെങ്കോട്ട, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ഡൽഹിയിലാണ്. അപ്പൊ കുത്തപ്പിനാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഡൽഹിയിലാണ്. അതുപോലെ മെഹ്റൗളിയിലെ ഇരുമ്പ് സ്തംഭം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഡൽഹിയിലാണ്. മനസ്സിലായോ? അതുപോലെ ജുമാ മസ്ജിദ്, ഡൽഹിയിലെ ജുമാ മസ്ജിദ്, ഇന്ത്യ ഗേറ്റ്, അതുപോലെ തന്നെ ഏത് ചെങ്കോട്ട എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ഡൽഹിയിലാണ്. ഓക്കെ അല്ലെ? ഇവിടെ ഇന്ത്യ ഗേറ്റിന്റെ ശില്പി ആരുടെ, ഇന്ത്യ ഗേറ്റിന്റെ ശില്പി എഡ്വിൻ ലൂട്ടിൻസ് ആണ്. മനസ്സിലായോ? ഇന്ത്യ ഗേറ്റിന്റെ ശില്പി എഡ്വിൻ ലൂട്ടിൻസ് ആണ്. രാഷ്ട്രപതി ഭവന ശില്പി എഡ്വിൻ ലൂട്ടിൻസ് ആണ്. പാർലമെന്റ് ആകുമ്പോൾ ഹെർബർട്ട് ബെക്കറിലും ആരും കൂടെ വരും, ഈ എഡ്വിൻ ലൂട്ടിൻസ് കൂടെ വരും. ഓക്കെ അല്ലെ? അപ്പൊ ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞു, ഡൽഹിയിലാണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇന്ത്യ ചരിത്രത്തിൽ പൊതുവെ മധ്യ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് CE 8ാം നൂറ്റാണ്ടിനും 18ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലയളവാണ്. ഓക്കെ, അവിടെ നമ്മൾ പഠിച്ചു തുടങ്ങുന്നു. മധ്യ കാലഘട്ടം എന്ന് ഇന്ത്യ ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് CE 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് എന്ന് ഓർത്തോളുക. ഓക്കെ ആണോ? ഇനി ഇന്ത്യയിലെ ഏത് സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സിന്ധു ഗംഗാ സമതലത്തിലാണ് അല്ലെ. സിന്ധു ഗംഗാ സമതലത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഏത് പർവ്വത നിരയാണ് ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനായി ഡൽഹിയെ സഹായിച്ചത്, ഏതാണ്, ആരവല്ലിയാണ്. ആരവല്ലി. 2 പോയിന്റ് ഓക്കെയാണ്. സിന്ധു ഗംഗ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ്, 8ാം നൂറ്റാണ്ട്, CE 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞ മധ്യകാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. മനസ്സിലായോടെ? മധ്യകാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, വീണ്ടും നമ്മൾ പറഞ്ഞു എന്താണ്, ഈ നമ്മുടെ ഡൽഹിയെ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാനായി സഹായിച്ചിരുന്നത് ആരവല്ലി പർവ്വതനിരയാണ്. ഇനി ഈ ഡൽഹി എന്ന് പറയുന്നത് ഏത് നദിയുടെ തീരത്താണ്, യമുന നദിയുടെ തീരത്താണ്. അപ്പൊ ഡൽഹി ഏത് നദിയുടെ തീരത്താണ്, യമുന നദിയുടെ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹിക്ക് ആവശ്യമായ ജലം ഉറപ്പുവരുത്തുന്നതിലും ജലഗതാഗതത്തിനും സഹായിക്കുന്ന നദിയായിട്ട് നമ്മൾ ഇതിനെ പറയുന്നു, യമുന നദിയെ പറയുന്നു. പോയിന്റ് ക്ലിയർ ആണ്. യമുന ഏത് നദിയുടെ തീരത്താണ്, ഡൽഹി ഏത് നദിയുടെ തീരത്താണ്, യമുന നദിയുടെ തീരത്താണ്. അതുകൊണ്ട് തന്നെ ഡൽഹിക്ക് ആവശ്യമായ ജലം ഉറപ്പുവരുത്തുന്നതിലും ജലഗതാഗതത്തിലും ഏത് നദിക്ക് പങ്കുണ്ട്, യമുന നദിക്ക് പങ്കുണ്ട്. ഓക്കെ,
എങ്കിലും ഓർത്ത് നോക്കി, മധ്യകാലഘട്ടം എന്ന് പറയുന്നത് ഏതിനും ഇടയിലാണ്? CE 8ാം നൂറ്റാണ്ടിനും 18ാം നൂറ്റാണ്ടിനും ഇടയിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏത് സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സിന്ധു ഗംഗ സമതലമാണ്. ഡൽഹിയെ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാനായി സഹായിച്ച പർവ്വത നിരയുടെ പേരാണ് ആരവല്ലി പർവ്വതനിര. ഏതാണ്? ആരവല്ലി പർവ്വതനിര. ഡൽഹിക്ക് ആവശ്യമായ ജലം ഉറപ്പുവരുത്തുന്നതിനും ജലഗതാഗതത്തിനും സഹായിക്കുന്ന നദിയുടെ പേര് യമുന നദിയാണ്. ഏതാണ്? യമുന. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോണം. തൊമര രാജാക്കന്മാർ അല്ലെ, ഡൽഹിയിൽ ആദ്യമായി അധികാര കേന്ദ്രമാക്കുന്നത് ഏത് രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ തൊമര രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്. ഓക്കെ, ഇവര് നോക്കണേ, മധ്യ ഇന്ത്യയിലെയും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ട രജപുത്രന്മാരായിരുന്നു ഈ തൊമരന്മാർ, അതുപോലെ തന്നെ ചൗഹാന്മാർ എന്നിവർ. ഏതിലെ അംഗങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഏതിനകത്ത് ഉൾപ്പെടുന്ന ആളുകളായിരുന്നു? രജപുത്രന്മാരിൽ ഉൾപ്പെടുന്ന അംഗങ്ങളായിരുന്നു. ആരൊക്കെ? തൊമരന്മാരും ചൗഹാന്മാരും. ആ രണ്ടുപേര് കിട്ടിയോ? മനസ്സിലായോ? മധ്യ ഇന്ത്യയിലെയും വടക്കു പടിഞ്ഞാറ് ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു രജപുത്രന്മാർ. ആ രജപുത്രന്മാരിൽ പ്രധാനികളായിരുന്നു തൊമരന്മാരും ചൗഹാന്മാരും. ഇതിൽ തൊമരന്മാരുടെ കാലഘട്ടത്തിലാണ് ഡൽഹി എന്തായി മാറുന്നത്? അധികാര കേന്ദ്രമായി മാറുന്നത്. അല്ലെങ്കിൽ ഡൽഹി അധികാര കേന്ദ്രമായി മാറുന്നത് ഏത് രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്? തൊമര രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്. രണ്ട് പോയിന്റ് സെറ്റ് ആണോ? ഇനി ആരാണ് തൊമര രാജാക്കന്മാർ? തൊമര രാജാക്കന്മാരും ചൗഹാന്മാരും രജപുത്രരിൽ ഉൾപ്പെടുന്നവരാണ്. അല്ലെങ്കിൽ രജപുത്രരിലെ പ്രധാനികളായിരുന്നു തൊമരന്മാരും അതുപോലെ തന്നെ ചൗഹാന്മാരും. ഇവിടെ മനസ്സിലാവുന്നോ ഇല്ലേ? ഇനി നോക്കാം, CE 8ാം നൂറ്റാണ്ടിൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ കാലത്ത് ദില്ലിക എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശം നമുക്ക് ദില്ലിക എന്ന് നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും നമ്മൾ ദില്ലി എന്ന് കേട്ടിട്ടില്ലേ? ദില്ലി എന്ന് നമ്മൾ വിളിച്ചിരുന്ന സ്ഥലം ഏതാണ്? ഡൽഹിയാണ്. ഏതാണ്? ഡൽഹി. അപ്പൊ നിങ്ങൾ പഠിച്ചോണം, തൊമര രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ദില്ലിക എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഡൽഹി എന്ന് പറയുന്നത്. ഏതാണ്? ഡൽഹി. ഓക്കെ അല്ലേ? അപ്പൊ ഈ തൊമര രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഡൽഹി ആദ്യമായിട്ട് അധികാര കേന്ദ്രമാകുന്നത്. മനസ്സിലായോ? മധ്യ ഇന്ത്യയിലെയും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെയും പ്രമുഖരായ രാജാക്കന്മാരായിരുന്നു രജപുത്രന്മാർ. ആ രജപുത്രന്മാരിൽ ഉൾപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ രജപുത്രരിലെ പ്രധാനികളായിരുന്നു തൊമര രാജാക്കന്മാരും അതുപോലെ ചൗഹാന്മാരും. മനസ്സിലായോ? വീണ്ടും നമ്മൾ പറഞ്ഞു, ഡൽഹി ദില്ലിക എന്ന് അറിയപ്പെട്ടിരുന്നത് ഏത് രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്? തൊമര രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്. ആരുടെ കാലഘട്ടത്തിലാണ്? തൊമര രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്. മനസ്സിലായോ? ഇനി നമ്മൾ പറഞ്ഞു, ഈ തൊമര രാജാക്കന്മാർക്ക് ശേഷം ഡൽഹി ഭരിച്ചിരുന്നത് ചൗഹാൻ രാജവംശമായിരുന്നു. അതിനുശേഷം വന്ന ആരാണ്? ചൗഹാൻ രാജവംശം. ചൗഹാൻ രാജവംശത്തിലെ അവസാനത്തെ രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. മനസ്സിലായോ? അവിടെ ഒരുപാട് കണ്ടന്റിലേക്ക് പോകേണ്ട. ചൗഹാൻ വംശത്തിലെ അവസാനത്തെ രാജാവിന്റെ പേര് പൃഥ്വിരാജ് ചൗഹാൻ. ഓക്കെ ആണോ? യെസ്. ഇനി ഈ പൃഥ്വിരാജ് ചൗഹാനെ ആര് കീഴടക്കുന്നു? മുഹമ്മദ് ഗോറി കീഴടക്കിയാണ് ഡൽഹിയിൽ അവർ ഭരണം ഉറപ്പിക്കുന്നത്. മുഹമ്മദ് ഗോറി. ഓക്കെ ആണോ? അപ്പം പൃഥ്വിരാജ് ചൗഹാൻ ആയിരുന്നു ചൗഹാൻ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി. പൃഥ്വിരാജ് ചൗഹാനെ ആര് പരാജയപ്പെടുത്തുന്നു? മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തുകയും ഡൽഹിയിൽ ഭരണമുറപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? ഇനി ഈ മുഹമ്മദ് ഗോറി എവിടെ നിന്ന് വന്ന ആളാണ്? മുഹമ്മദ് ഗോറി എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഖോർ എന്ന് പറയുന്ന പ്രവിശ്യയിലെ ഭരണാധികാരിയായിരുന്നു. മനസ്സിലായോ? അപ്പൊ മുഹമ്മദ് ഗോറി ആരായിരുന്നു? മുഹമ്മദ് ഗോറി അഫ്ഗാനിസ്ഥാനിലെ ഖോർ എന്ന് പറയുന്ന പ്രവിശ്യയിലെ ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ഗോറി. ആ മുഹമ്മദ് ഗോറി നമ്മുടെ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിയാണ് ഡൽഹിയിൽ എന്ത് ചെയ്യുന്നത്? ഭരണം ഉറപ്പിക്കുന്നത്. മനസ്സിലായോ?
ആ പോയിന്റുകൾ ഓക്കെയാണോ? അപ്പൊ തോമര രാജാക്കന്മാർക്ക് ശേഷം അധികാരത്തിൽ വന്നത് ചൗഹാൻ രാജവംശമാണ്. അതിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ പൃഥ്വിരാജ് ചൗഹാനെ ആര് പരാജയപ്പെടുത്തുന്നു? മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തുന്നു. ഇനി മുഹമ്മദ് ഗോറി ആരാണ്? അഫ്ഗാനിസ്ഥാനിലെ ഖോർ എന്ന് പറയുന്ന പ്രവിശ്യയിലെ ഭരണാധികാരിയായിരുന്നു. ആര് എന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് ഗോറി. ഓക്കെ. ഇനി മുഹമ്മദ് ഗോറിയുടെ സേനാ നായകനായിരുന്നു ആരെന്ന് പറയുന്നത്? കുത്തബുദ്ദീൻ ഐബക്ക്. ഓക്കെ, ഒന്നുകൂടെ പറയാം. മുഹമ്മദ് ഗോറി എന്ന് പറയുന്നത് ഖോർ എന്ന് പറയുന്ന പ്രവിശ്യയിലെ ഭരണാധികാരിയായിരുന്നു. ആ മുഹമ്മദ് ഗോറിയുടെ ആരായിരുന്നു? സേനാ നായകനായിരുന്നു ആരെന്ന് പറയുന്നത്? കുത്തബുദ്ദീൻ ഐബക്ക്. ആരായിരുന്നു? കുത്തബുദ്ദീൻ ഐബക്ക്. ഓക്കേടെ, ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത പോയിന്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് മുഹമ്മദ് ഗോറിക്ക് ശേഷം ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ സേനാനായകനായ കുത്തബുദ്ദീൻ ഐബക്ക് ആയിരുന്നു. അദ്ദേഹത്തിന്റെ സേനാനായകനായ കുത്തബുദ്ദീൻ ഐബക്ക് ആയിരുന്നു. കുത്തബുദ്ദീൻ ഐബക്ക്. ഇത്രയും കാര്യം ഓക്കെയാണോ? നമുക്ക് ഇത്രയൊന്ന് പറഞ്ഞു നോക്കിയാലെന്ത്? ഇത്രയൊന്ന് പറഞ്ഞാലോ? ആദ്യം പോലെ നോക്കുന്നു. നമ്മൾ ആദ്യം പഠിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായിരുന്നു എന്ന് പറയുന്നത് ഗംഗ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഗംഗാ നദിയുടെ പോഷക നദി, ഏറ്റവും വലിയ പോഷക നദി, അത് യമുനയായിരുന്നു. മനസ്സിലായോ? ഇനി ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? യമുനാ നദിയുടെ തീരത്താണ്. യമുന ഉത്ഭവിച്ചത് യമുനോത്രിയിൽ നിന്നാണ്. ഗംഗ ഗംഗോത്രിയിൽ നിന്നാണ്. ഇനി കുത്തബ് അതുപോലെ മെഹ്റൗളിയിലെ ഇരുമ്പ് സ്തംഭം, ജുമാ മസ്ജിദ്, ഇന്ത്യ ഗേറ്റ്, ചെങ്കോട്ട എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. എവിടെയാണ്? ഡൽഹിയിലാണ്. അതിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യ ഗേറ്റിന്റെ ശില്പി എന്ന് പറയുന്നത് ആരായിരുന്നു? എഡ്വിൻ ലൂട്ടിൻസ് ആയിരുന്നു. ആരായിരുന്നു? എഡ്വിൻ ലൂട്ടിൻസ് ആണ് ഏതിന്റെ ശില്പി എന്ന് പറയുന്നത്? ഇന്ത്യ ഗേറ്റിന്റെ ശില്പി. ഇന്ത്യ ചരിത്രത്തിൽ പൊതുവെ മധ്യ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് സി 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയാണ്. ഇനി ഡൽഹി സ്ഥിതി ചെയ്യുന്നത് സിന്ധു ഗംഗ സമതലത്തിലാണ്. ഇനി ഡൽഹിയെ ശത്രുക്കളിൽ നിന്ന് പ്രതിരോധിക്കുന്നതിനായി സഹായിച്ച പർവ്വത നിര ഏത് എന്ന് ചോദിച്ചാൽ ഏത്? ആരവല്ലി പർവ്വത നിരയാണ്. ഡൽഹിക്ക് ആവശ്യമായ ജലം ഉറപ്പുവരുത്തുന്നതിനും ജലഗതാഗതത്തിനും സഹായിച്ച നദിയുടെ പേരാണ് എന്ന് പറയുന്നത് യമുന നദി. ഏത് നദിയാണ്? യമുന. ഇനി ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത് ഏത് രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്? തോമര രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്. ഓക്കെ. ഇനി മധ്യ ഇന്ത്യയിലെയും വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ട രജപുത്രരായിരുന്നു ആരെന്ന് പറയുന്നത്? രജപുത്രരായിരുന്നു തോമരന്മാരും ചൗഹാന്മാരും. മനസ്സിലായോ? ഇനി സി 8-ാം നൂറ്റാണ്ടിൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തോമര രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഡൽഹി ഏത് പേരിൽ അറിയപ്പെട്ടു? ദില്ലിക എന്ന പേരിൽ അറിയപ്പെട്ടു. അവിടെ ദില്ലിക നമ്മൾ ഓർത്തു വെക്കണം. ദില്ലിക എന്ന് ഡൽഹിയെ അറിയപ്പെട്ടു. ഓക്കെ. ഇനി ഈ തോമര രാജാക്കന്മാർക്ക് ശേഷം അവിടെ ഭരണത്തിൽ വന്നത് ആരായിരുന്നു? ചൗഹാന്മാരായിരുന്നു. ആ ചൗഹാൻ വംശത്തിലെ അവസാനത്തെ രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. ആരായിരുന്നു? പൃഥ്വിരാജ് ചൗഹാൻ. ഓക്കെ. പൃഥ്വിരാജ് ചൗഹാനെ ആര് പരാജയപ്പെടുത്തുന്നു? മുഹമ്മദ് ഗോറി പരാജയപ്പെടുന്നു. ഓക്കെ. ഇനി മുഹമ്മദ് ഗോറി എന്ന് പറയുന്നത് അഫ്ഗാൻ പ്രവിശ്യയിലെ ഖോർ എന്ന് പറയുന്ന പ്രവിശ്യയിലെ ഭരണാധികാരിയായിരുന്നു. അഫ്ഗാനിലെ ഖോർ പ്രവിശ്യയിലെ ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത്? മുഹമ്മദ് ഗോറി. ഇനി ഈ മുഹമ്മദ് ഗോറിയുടെ എഴുതിയിരിക്കുന്ന കറക്റ്റാണ്. ആരുടെ സേനാനായകനായിരുന്നു എന്നായിരുന്നു എഴുതിയത്, മാറിപ്പോയതാണ്. ഓക്കെ. അപ്പൊ ഈ മുഹമ്മദ് ഗോറിയുടെ സേനാനായകനായിരുന്നു ആരെന്ന് പറയുന്നത്? കുത്തബുദ്ദീൻ ഐബക്ക്. ഓക്കെ. അങ്ങനെ ആര് മരണപ്പെടുകയാണ്? മുഹമ്മദ് ഗോറി മരണപ്പെടുന്നു. അതിനുശേഷം ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന വ്യക്തി ആരായിരുന്നു? കുത്തബുദ്ദീൻ ഐബക്ക് ആയിരുന്നു. ഇത്രയും കാര്യം ഓക്കെയാണോ? നോട്ട്സ് നിങ്ങൾ റഫായിട്ട് എഴുതിയാൽ മതി. ഈ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. യെസ്. അടുത്ത
സി 1206 മുതൽ 1526 വരെ, 1206 മുതൽ 1526 വരെ എന്ന് പറഞ്ഞാൽ 1526 എന്ത് ആരംഭിക്കുകയാണ്? മുഗൾ ഭരണകാലഘട്ടം ആരംഭിക്കുകയാണ് 1526. ആ 1526 വരെയുള്ള കാലഘട്ടത്തെ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്നവർ അറിയപ്പെട്ടിരുന്ന പേരാണ് സുൽത്താൻമാർ. ആരാണ്? സുൽത്താൻമാർ. അപ്പൊ സി 1206 മുതൽ 1526 വരെ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന, ഡൽഹി ആസ്ഥാനമാക്കി ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നവർ അറിയപ്പെട്ടിരുന്ന പേരാണ് സുൽത്താൻമാർ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ഈ മുഗൾ ഭരണ കാലഘട്ടത്തിന് മുമ്പ് ഡൽഹി ആസ്ഥാനമാക്കി ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നവരെ ആണ് ആരെന്ന് പറയുന്നത്? സുൽത്താൻമാർ എന്ന് പറയുന്നത്. സുൽത്താൻമാർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി സുൽത്താൻമാരുടെ ഭരണ കാലഘട്ടം മീൻസ് 1206 മുതൽ 1526 വരെയുള്ള ഈ ഒരു കാലഘട്ടം അറിയപ്പെട്ടിരുന്ന പേര് സുൽത്താനേറ്റ് കാലഘട്ടം എന്നാണ്. സുൽത്താനേറ്റ്. മനസ്സിലായി? നമ്മൾ എപ്പോഴും പറയും ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയും. ഓക്കെ, ആ 2 പോയിന്റ് ഓക്കെ ആണ്. ആ 2 പോയിന്റ് ഓക്കെ ആണ്. യെസ്. ഇനി ആരായിരുന്നു? കുത്തബുദ്ദീൻ ഐബക്ക്. അടിമ വംശ സ്ഥാപകനായിരുന്നു ആരെന്ന് പറയുന്നത്? കുത്തബുദ്ദീൻ ഐബക്ക്. അപ്പൊ കുത്തബുദ്ദീൻ ഐബക്കാണ് എന്ത്? അടിമ വംശം സ്ഥാപിച്ചത്. അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആർക്ക് ശേഷം? മുഹമ്മദ് ഗോറിക്ക് ശേഷം ഡൽഹിയിൽ ഭരണം നടത്തിയിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? കുത്തബുദ്ദീൻ ഐബക്ക്. അല്ലെ? മുഹമ്മദ് ഗോറിയുടെ സേനാനായകനായിരുന്നു ആരെന്ന് പറയുന്നത്? കുത്തബുദ്ദീൻ ഐബക്ക്. ആ കുത്തബുദ്ദീൻ ഐബക്കാണ് ഏത് രാജവംശത്തിന്റെ സ്ഥാപകൻ? അടിമവംശത്തിന്റെ സ്ഥാപകൻ. പഠിച്ചോണം. അടിമവംശത്തിന്റെ സ്ഥാപകൻ ആര്? കുത്തബുദ്ദീൻ ഐബക്ക്. കുത്തബുദ്ദീൻ ഐബക്ക്. കുത്തബുദ്ദീൻ ഐബക്ക്. ഓക്കെ. അങ്ങനെ 1206 ഡൽഹി കേന്ദ്രമാക്കി കുത്തബുദ്ദീൻ ഐബക്ക് എന്താരംഭിക്കുന്നു? ഭരണം ആരംഭിക്കുന്നു. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ കുത്തബുദ്ദീൻ ഐബക്കിന്റെ ഭരണ കാലഘട്ടം ആരംഭിക്കുന്നത് സി 1206 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ കുത്തബുദ്ദീൻ ഐബക്ക് സ്ഥാപിച്ച രാജവംശമാണ് ഏതെന്ന് പറയുന്നത്? അടിമ രാജവംശം. ആ അടിമ രാജവംശം അറിയപ്പെട്ട മറ്റൊരു പേരാണ് മാംലൂക്ക് വംശം. ഇനി ഭരണത്തിന്റെ അടിസ്ഥാനത്തിൽ സുൽത്താൻമാരെ നമ്മൾ അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സൈദ് വംശം, ലോധി വംശം എന്നിങ്ങനെ തിരിക്കും. ഇത് അവരുടെ ഭരണക്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആവാൻ സാധ്യതയുണ്ട്. മനസ്സിലായ? സുൽത്താനേറ്റിന്റെ എന്തെന്നാണ് ശരിയായ ക്രമം? നമ്മൾ എപ്പോഴും പഠിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനെ ക്രമം പഠിക്കാൻ നമ്മൾ പഠിക്കും ആ, കി, തു, സാ, ലോ. എങ്ങനെ നമ്മൾ പറയും? അഗിദ് സലോ. മനസ്സിലായോ? അപ്പൊ ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടം നമ്മൾ എങ്ങനെ പഠിക്കും? അകിദു സലോ എന്നങ്ങ് പഠിക്കും. അഗിദ് സലോ എന്ന് പഠിക്കുമ്പോൾ ആ അടിമവംശം എന്നും, കി ഖിൽജി വംശം എന്നും, തു തുഗ്ലക് വംശം എന്നും, സാ സൈദ് വംശം എന്നും, ലോ ലോധി വംശം എന്നും കിട്ടും. അപ്പൊ നമുക്ക് ഓർഡർ തെറ്റിപ്പോകത്തില്ല. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഓക്കെ. അപ്പൊ ആ ഒരു ക്രമം മനസ്സിലായോ? അപ്പം ആദ്യം ഭരണത്തിലെത്തിയത് ആരാണ്? അത് അടിവംശമാണ്. അടിവംശത്തിന് ശേഷം ആര് വരുന്നു? ഖിൽജി വംശം വരുന്നു. ഖിൽജി വംശത്തിന് ശേഷം ആര് വരുന്നു? തുഗ്ലക് വംശം വരുന്നു. തുഗ്ലക്കിന് ശേഷം ഏത് വരുന്നു? സൈദ് വരുന്നു. സൈദിന് ശേഷം ഏത് വരുന്നു? ലോധി വംശം വരുന്നു. ഓക്കെ ആണോ? ഇനി കുത്തബുദ്ദീൻ ഐബക്ക് ആർക്ക് ശേഷമാണ് കുത്തബുദ്ദീൻ ഐബക്ക് ഭരണത്തിൽ വന്നത്? പറയടേ, ആർക്ക് ശേഷമാ കുത്തബുദ്ദീൻ ഐബക്ക് ഭരണത്തിൽ വന്നത്? മുഹമ്മദ് ഗോറിക്ക് ശേഷമാണ് കുത്തബുദ്ദീൻ ഐബക്ക് വന്നത്. എന്നാൽ ഈ കുത്തബുദ്ദീൻ ഐബക്കിന് ശേഷം ഭരണത്തിലെത്തിയത് ഇൽത്തുമിഷ് ആണ്. ആരാണ്? ഇൽത്തുമിഷ്. മനസ്സിലായോ? അപ്പം അടിവംശ ഭരണ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അടിവംശത്തിൽ കുത്തബുദ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിലെത്തിയ വ്യക്തിയുടെ പേരാണ് ഇൽത്തുമിഷ്. ആരാണ്? ഇൽത്തുമിഷ്. അപ്പൊ ഇതുവരെ പഠിച്ച പീരീഡൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. ആദ്യം നമ്മൾ പഠിച്ചത് പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാൻ ആരായിരുന്നു? ചൗഹാൻ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. ആ പൃഥ്വിരാജ് ചൗഹാനെ ആര് പരാജയപ്പെടുത്തുകയാണ്? നമ്മുടെ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തുകയാണ്. മനസ്സിലായോ? അവിടെയൊക്കെ നമുക്ക് കുറച്ച് യുദ്ധങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അത് ഈ ചാപ്റ്ററിൽ പറയുന്നില്ല.
നമ്മൾ തൽക്കാലം അത് പറയുന്നില്ല. മനസ്സിലായി? പൃഥ്വിരാജ് ചൗഹാനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചൗസ യുദ്ധവും ഒക്കെ പറയാനുണ്ട്. തൽക്കാലം നമുക്ക് പറയണ്ട. നമ്മൾ ഇതിനകത്തുള്ള കണ്ടന്റുകൾ മാത്രം പറഞ്ഞു പോകാം. അത് പ്രത്യേകം പ്രിപ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു മുഹമ്മദ് ഗോറിയെ ആര് പരാജയപ്പെടുത്തുകയാണ്? നമ്മുടെ സോറി പിന്നെ അങ്ങനെയുണ്ട്. മുഹമ്മദ് ഗോറിയെ പൃഥ്വിരാജ് ചൗഹാൻ ആദ്യം പരാജയപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? പൃഥ്വിരാജ് ചൗഹാനെ ആര് പരാജയപ്പെടുന്നു? മുഹമ്മദ് ഗോറി പരാജയപ്പെടുന്നു. ആ മുഹമ്മദ് ഗോറിക്ക് ശേഷം ഭരണത്തിൽ വരുന്നത് കുത്തബുദ്ദീൻ ഐബക്കാണ്. ആ കുത്തബുദ്ദീൻ ഐബക്കാണ് എന്ത് സ്ഥാപിക്കുന്നത്? അടിമ വംശം സ്ഥാപിക്കുന്നത്. ഏത് വംശം സ്ഥാപിക്കുന്നത്? അടിമ വംശം. ഓക്കെ. അങ്ങനെ ആ കുത്തബുദ്ദീൻ ഐബക്കിന് ശേഷം ഡൽഹിയിൽ ഭരണത്തിൽ വന്ന വ്യക്തിത്വമാണ് ആരെന്ന് പറയുന്നത്? ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. ആരാണ്? ഇൽത്തുമിഷ്. ഓക്കെ. ഇത് നോക്കാൻ, ഈ ഇൽത്തുമിഷിന്റെ ഭരണ കാലഘട്ടത്തിലാണ് മുൾട്ടാൻ എന്ന് പറയുന്ന പ്രദേശം, ലാഹോർ എന്ന് പറയുന്ന പ്രദേശം, ബംഗാൾ എന്ന് പറയുന്ന പ്രദേശം, ഇവ എന്ത് ചെയ്യുന്നത്? കീഴടക്കി അടിമ വംശത്തിനൊപ്പം ചേർക്കുന്നത്. മനസ്സിലായപ്പം ഏതെല്ലാം പ്രദേശങ്ങൾ ഇൽത്തുമിഷിന്റെ ഭരണകാലഘട്ടത്തിൽ കീഴടക്കുന്നു? 1 മുൾട്ടാൻ, 2 ലാഹോർ, 3 ബംഗാൾ. മനസ്സിലായ? ചോദ്യം: മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കിയ അടിമവംശ ഭരണാധികാരി ആരാണ്? ഇൽത്തുമിഷാണ്. ഇൽത്തുമിഷാണ്. മനസ്സിലായോ? ഇനി ഇൽത്തുമിഷ് നടപ്പിലാക്കിയ അല്ലെങ്കിൽ പുറത്തിറക്കിയ ചില നാണയങ്ങളാണ്, പഠിച്ചോണം നിങ്ങൾ, തങ്ക, ജിത്താൽ അല്ലെങ്കിൽ ജിത്തൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. തങ്ക, ജിത്തൽ എന്നിവ ആര് പുറത്തിറക്കിയ നാണയങ്ങളാണ്? ഇൽത്തുമിഷ് പുറത്തിറക്കിയ നാണയങ്ങളാണ്. ഒന്നുകൂടെ പറയുന്നു. നോക്ക്, കുത്തബുദ്ദീൻ ഐബക്കിന് ശേഷം ഡൽഹിയിൽ ഭരണത്തിൽ വന്നത് ഇൽത്തുമിഷാണ്. ഓക്കെ. ആ ഇൽത്തുമിഷ് കീഴടക്കിയ പ്രദേശങ്ങളാണ് ഏതൊക്കെ? 1 മുൾട്ടായി, 2 ലാഹോർ, 3 ബംഗാൾ. ഓക്കെ. ഇനി അദ്ദേഹം പുറത്തിറക്കിയ നാണയങ്ങളാണ് തങ്ക, ജിത്തൽ എന്നിവ. ചോദ്യം പഠിച്ചോണേ. ഇൽത്തുമിഷ് പുറത്തിറക്കിയ നാണയങ്ങൾ തങ്കയും ജിത്തലും. ഓക്കെ. ഇനി അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഡൽഹി സുൽത്താനേറ്റിലെ ഏക വനിതാ ഭരണാധികാരിയായിരുന്നു ആര്? സുൽത്താന റസിയ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് റസിയ സുൽത്താന എന്നാണ്. ഓക്കെ ആണോ? അപ്പം ഡൽഹി സുൽത്താനേറ്റിലെ ഏക വനിതാ ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത്? റസിയ സുൽത്താന. ഇനി ആരായിരുന്നു റസിയ സുൽത്താന? റസിയ സുൽത്താന എന്ന് പറയുന്നത് ഇൽത്തുമിഷിന്റെ മകളായിരുന്നു ആര്? റസിയ സുൽത്താന. ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ച ക്രമം ആദ്യം നമ്മൾ ആരെ പഠിച്ചു? പൃഥ്വിരാജ് ചൗഹാനെ പഠിച്ചു. അതിനുശേഷം നമ്മൾ ആരിലേക്ക് പോയി? മുഹമ്മദ് ഗോറിയിലേക്ക് പോയി. അതിനുശേഷം ആരിലേക്ക് പോകുന്നു? കുത്തബുദ്ദീൻ ഐബക്കിലേക്ക് വന്നു. ഓക്കെ. ആ കുത്തബുദ്ദീൻ ഐബക്കിൽ നമ്മൾ എത്തിയത് ഇൽത്തുമിഷിലേക്കാണ്. ആരിലേക്ക് വന്നു? ഇൽത്തുമിഷിലേക്ക് വന്നു. ഇൽത്തുമിഷിന് ശേഷം നമ്മൾ വരുന്നു ആരിലേക്ക്? റസിയ സുൽത്താന. അപ്പൊ റസിയ സുൽത്താന ആരായിരുന്നത്? ഇൽത്തുമിഷിന്റെ മകളായിരുന്നു. ഓക്കെ. അടുത്ത ഭരണാധികാരി ഇൽത്തുമിഷിന് ശേഷം അദ്ദേഹത്തിന്റെ മകൾ ഭരണം നടത്തി. പക്ഷെ അതിനുശേഷം വന്ന അടിമവംശ ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്? ബാൽബൻ എന്ന് പറയുന്നത്. ഓക്കെ. ബാൽബനോടുകൂടി ആ ഭാഗം അവിടെ അവസാനിക്കുക. ഇനി നമ്മൾ പോകുന്നത് അടുത്ത വംശത്തിലേക്കാണ്. അടിവംശത്തിന് ശേഷം വന്ന വംശം ഏതാണ്? ഖിൽജി വംശമാണ്. മനസ്സിലായത്? ഖിൽജി വംശത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത്? അലാഹുദ്ദീൻ ഖിൽജി. ഖിൽജി വംശത്തിലെ പ്രധാന ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാടെ? അലാഹുദ്ദീൻ ഖിൽജിയാണ്. മനസ്സിലായോ? ശക്തനായ ഒരു ഖിൽജി വംശ ഭരണാധികാരിയായിട്ട് നമുക്ക് പറയാൻ പറ്റും. അലാഹുദ്ദീൻ ഖിൽജി പറയാൻ പറ്റും. അദ്ദേഹത്തിന് കുറെ ഭരണ പരിഷ്കാരങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ. ഇനി ആരുടെ ഭരണകാലത്തായിരുന്നു തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിലായത് എന്ന് ചോദിച്ചാൽ അലാഹുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിലാണ്. അല്ലെ? അദ്ദേഹത്തിന്റെ രാജവംശത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിൽ വ്യാപൃതനായ വ്യക്തിത്വമായിരുന്നു അലാഹുദ്ദീൻ ഖിൽജി നമ്മൾ പറയേണ്ടി വരും. മനസ്സിലായോ? അപ്പം അലാഹുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിൽ ഡൽഹി സാമ്രാജ്യത്തിന്റെ വ്യാപ്തി തെക്കേ ഇന്ത്യയിലേക്കും അതുപോലെ പടിഞ്ഞാറേ ഇന്ത്യയിലേക്കും വ്യാപിപ്പിച്ചു. മനസ്സിലായോ?
മനസ്സിലായോ? ഓക്കെ. ഇനി അലാഖുദ്ദീൻ ഖിൽജിയുടെ അധീനതയിലായ ആദ്യ പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ ഗുജറാത്ത് ആണ്. ഗുജറാത്ത് നമ്മൾ പറഞ്ഞു, പടിഞ്ഞാറേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും ഉണ്ട്. അതിൽ അലാഖുദ്ദീൻ ഖിൽജിയുടെ അധീനതയിലായ ആദ്യ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗുജറാത്ത് ആണ്. ഏതാണ്? ഗുജറാത്ത്. ഗുജറാത്ത്. ഓക്കെ. അലാഖുദ്ദീൻ ഖിൽജി ഇറാഖിൽ നിന്നും കുതിരകളെ ഇറക്കുമതി ചെയ്യുന്നതിനായി ഏത് തുറമുഖം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഏത് തുറമുഖം വഴിയാണ് അലാഖുദ്ദീൻ ഖിൽജി ഇറാഖിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ കുതിരകളെ ഇറക്കുന്നത് ഗുജറാത്തിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ഗുജറാത്ത്. ഓക്കെ. യെസ്. അപ്പം നമ്മുടെ അലാഖുദ്ദീൻ ഖിൽജി ആദ്യം കീഴടക്കിയ പ്രദേശം, ഇന്ത്യയിലെ പ്രദേശം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗുജറാത്ത് ആണ്. മനസ്സിലായോ? അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, ഗുജറാത്ത് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ മുകളിലേക്ക് അലാഖുദ്ദീൻ ഖിൽജിയുടെ കണ്ണ് വരാൻ കാരണം അവിടെ എന്തുണ്ടായത് കൊണ്ടാണ്? ഒരു തുറമുഖം ഉണ്ടായത് കൊണ്ടാണ് അല്ലെ. അങ്ങനെ ആ തുറമുഖം വഴിയാണ് ഇറാഖിൽ നിന്ന് അദ്ദേഹം ഇവിടേക്ക് ഇറക്കുമതി ചെയ്തത്? ആ കുതിരകളെ ഇറക്കുമതി ചെയ്തത്. ഓക്കെ. ഇനി അടുത്ത നമ്മൾ പോകുന്നു. തുഗ്ലക് വംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക് അല്ലെ. തുഗ്ലക് വംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി ആരാ? മുഹമ്മദ് ബിൻ തുഗ്ലക്. അപ്പൊ ഖിൽജി വംശത്തിൽ ആരാണ്? അലാഖുദ്ദീൻ ഖിൽജിയാണ്. ഓക്കെ. തുഗ്ലക് വംശത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്. ഓക്കെ. ഇനി ഭരണം കാര്യക്ഷമമാക്കാൻ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് മാറ്റിയ വ്യക്തിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്. തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റിയ ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ തുഗ്ലക്. ഇനി ഈ ദേവഗിരി ആ സമയത്ത് അല്ലെങ്കിൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേര്, അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. പ്രാചീന കാലത്ത് ദേവഗിരി എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ദൗലത്താബാദ്. ഏതാണ്? ദൗലത്താബാദ്. അപ്പൊ ദേവഗിരിയുടെ പുതിയ പേരാണ് എന്ന് പറയുന്നത് ദൗലത്താബാദ്. മനസ്സിലായോ? അപ്പം പ്രാചീന കാലത്ത് ദേവഗിരി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് എന്ന് പറയുന്നത് ദൗലത്താബാദ്. അപ്പൊ ദേവഗിരി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ്? ദൗലത്താബാദ്. ഇനി ഏത് വംശത്തിന് ശേഷമാണ് സുൽത്താനേറ്റിന്റെ ഭരണം ക്ഷയിക്കാൻ തുടങ്ങിയത്? തുഗ്ലക് വംശത്തിന് ശേഷമാണ്. എന്നുവെച്ചാൽ തുഗ്ലക് അവസാന വംശം എന്നല്ല, ശക്തി ക്ഷയിക്കാൻ തുടങ്ങിയത് ഏത് വംശത്തിന് ശേഷമാണ്? തുഗ്ലക് രാജവംശത്തിന് ശേഷമാണ്. അപ്പൊ നമ്മൾ കണ്ടത് അടിമവംശം കണ്ടു, ഖിൽജി വംശം കണ്ടു, തുഗ്ലക് വംശം കണ്ടു. തുഗ്ലക് വംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു ആര് എന്ന് പറയുന്നത്? മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത്. ആ മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് ഡൽഹിയിൽ നിന്ന് തലസ്ഥാനം എവിടേക്ക് മാറ്റുന്നത്? ദേവഗിരിയിലേക്ക് മാറ്റുന്നത്. പ്രാചീന കാലത്ത് ദേവഗിരി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് എന്ന് പറയുന്നത് ദൗലത്താബാദ് പ്രാചീന കാലം. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണ് എന്താണ്? ഒന്നാം പാനിപ്പത്ത് യുദ്ധം. 1526 ഏപ്രിൽ മാസം 26-ാം തീയതിയാണ് ഇത് വരുന്നത്, ഒന്നാം പാനിപ്പത്ത് യുദ്ധം വരുന്നത്. ഓക്കെ. ഒന്നാം പാനിപ്പത്ത് യുദ്ധം. അപ്പൊ നമ്മൾ കണ്ട 1526 എന്തായിരുന്നു? 1526ന്റെ പ്രത്യേകത ഡൽഹി സുൽത്താനേറ്റിന്റെ അവസാനമാണ് 1526. ആ ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണം അവസാനിക്കാൻ കാരണമായ യുദ്ധമാണ് ഏത് എന്ന് പറയുന്നത്? പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുന്നത്. ആ പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷമാണ് 1526 ഏപ്രിൽ മാസം 26. പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം ഏതാ? 1526 ഏപ്രിൽ മാസം 26. ആരൊക്കെ തമ്മിലായിരുന്നു ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്? ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത് ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ്. മനസ്സിലായോ? അപ്പൊ അവിടെ പഠിച്ചോണം. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1526 ഏപ്രിൽ മാസം 26. ശരിയല്ലേ? 1526 ഏപ്രിൽ മാസം 26. ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആണ്. മനസ്സിലായി? 5 1 ഉറച്ച 4 മാസം കിട്ടും. പിന്നെ 26 എടുത്ത 1526 ഏപ്രിൽ 26 എടുക്കാൻ വളരെ എളുപ്പമാണ്. കിട്ടിയോ? ഓക്കെ ആണല്ലോ. അപ്പം 1526 ഏപ്രിൽ മാസം 26-ാം തീയതിയാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത് ബാബറും ആരും തമ്മിലാണ്? ഇബ്രാഹിം ലോധിയും തമ്മിലാണ്. ഇവിടെ ആര് വിജയിച്ചു? ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ആര് വിജയിക്കുകയാണ്? നമ്മുടെ ബാബർ വിജയിക്കുകയാണ്. ആര് വിജയിക്കുകയാണ്? ബാബർ വിജയിക്കുന്നു. മനസ്സിലായോ? അങ്ങനെ ഡൽഹി ഭരിച്ച
അവസാനത്തെ സുൽത്താനേറ്റ് ഭരണാധികാരിയായിട്ട് ആര് മാറുന്നു? ഇബ്രാഹിം ലോധി മാറുന്നു. അപ്പം ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ആര് പരാജയപ്പെടുന്നു? ഇബ്രാഹിം ലോധി പരാജയപ്പെടുന്നു. അതുകൊണ്ട് ഡൽഹി ഭരിച്ച അവസാനത്തെ സുൽത്താനേറ്റ് ഭരണാധികാരിയായിട്ട് ആര് മാറുന്നു? ഇബ്രാഹിം ലോധി. ഇവിടെ ഡൽഹി സുൽത്താനേറ്റിലെ ഏക വനിതാ ഭരണാധികാരി ആരാ? റസിയ സുൽത്താന. റസിയ സുൽത്താന. റസിയ സുൽത്താന ആരുടെ മകളായിരുന്നു? ഇൽത്തുമിഷിന്റെ മകളായിരുന്നു. ഓക്കെ. ആർക്ക് ശേഷമാണ് ഇൽത്തുമിഷ് ഭരണത്തിൽ വന്നത്? മുഹമ്മദ് ബിൻ തുഗ്ലക്. കുത്തബുദ്ദീൻ ഐബക്ക്. കുത്തബുദ്ദീൻ ഐബക്ക്. ഓക്കെ. ആരുടെ സേനാനായകനായിരുന്നു കുത്തബുദ്ദീൻ ഐബക്ക്? മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറി. മനസ്സിലായി. അതായത് മുഹമ്മദ് ഗോറിയാണ്. അതിനു മുമ്പിട്ടൊക്കെ ഇവർ ഇവിടെ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം വരുന്ന മുഹമ്മദ് കാസിമാണ് കേട്ടോ. മുഹമ്മദ് കാസിം വന്നു, ഇവിടെ ആക്രമണമൊക്കെ നടത്തുന്നു. അവരിവിടെ എന്ത് ചെയ്യുന്നു? സ്വത്ത് വകകളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആക്രമണം നടത്തിയത് മുഹമ്മദ് ഗോറിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനാണ് ഡൽഹിയിൽ എന്ത് ചെയ്യാൻ പറ്റിയത്? ഒരു ഭരണം നടത്തിയെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഒരു ചെറിയ സാമ്രാജ്യത്തിന് തുടക്കം കുറിക്കാൻ പറ്റിയത് ആർക്കാണ്? മുഹമ്മദ് ഗോറിക്കാണ്. മുഹമ്മദ് ഗോറിക്കാണ്. മനസ്സിലായോ? നമ്മൾ ഏറ്റവും ക്യാപ്സ്യൂൾ പരുവത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. മനസ്സിലായോ? ഈ ഒരു SCRT ചാപ്റ്റർ നമ്മൾ തീർത്തതിന് ശേഷം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഏത് ക്ലാസ് എടുക്കുന്നതാണ്? ഈ പറഞ്ഞ മധ്യകാല ഇന്ത്യ ചരിത്രം എടുക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ഉദ്ദേശം SCRT ചാപ്റ്റർ തീർക്കുക എന്നതായതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ മാത്രം പറയുന്നത്. മനസ്സിലായോ? നമ്മളിനി അല്ലാതെ പറയുന്ന സമയത്ത് എവിടെയും നമ്മൾ തുടങ്ങും? നമ്മൾ ആരെയും തുടങ്ങും? മുഹമ്മദ് ബിൻ കാസിമിൽ തന്നെ തുടങ്ങുന്നതാണ്. മനസ്സിലായ? മുഹമ്മദ് ബിൻ കാസിം, പിന്നെ ഗോറിയുടെ ആക്രമണങ്ങൾ അല്ലെ, അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞുകൊണ്ട് എന്താണ് ക്ഷേത്രങ്ങളുടെ ആക്രമണം. കാരണം ക്ഷേത്രങ്ങളൊക്കെ അവർ കൂടുതലായിട്ട് ആക്രമിച്ചിരുന്നു. എന്തായിരിക്കും അവര് ഈ ക്ഷേത്രങ്ങൾ ആക്രമിക്കാനുള്ള കാരണം? മതപരമായ കാര്യമാണോടെ ക്ഷേത്രം ആക്രമിക്കാനുള്ള കാരണം എന്താ? ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് സൂക്ഷിച്ചിരുന്ന സ്ഥലമായിരുന്നു ക്ഷേത്രം. അല്ലാതെ മതവികാരത്തെ വ്രണപ്പെടുത്തുക എന്ന് പറയുന്ന ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? സമ്പത്തെല്ലാം ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളിലായിരുന്നു, ആരാധനാലയങ്ങളിലായിരുന്നു. അതുകൊണ്ടാണ് ഇവര് എന്ത് ആക്രമിച്ചുകൊണ്ടിരുന്ന ഈ ക്ഷേത്രങ്ങളൊക്കെ ആക്രമിച്ചുകൊണ്ടേ ഇരുന്നത്. ഓക്കെ. യെസ്. അങ്ങനെ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? മുഗൾ ഭരണത്തിൽ അല്ലെങ്കിൽ മുഗൾ രാജവംശത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയാണ് മുഗൾ രാജവംശം സ്ഥാപിച്ചത്. ഓക്കെ. അപ്പം അവിടെ മുഗൾ രാജവംശത്തിന്റെ സ്ഥാപകനാര് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആരാണത്? ബാബറാണ്. ഓക്കെ. ഇനി ഇദ്ദേഹം എവിടുത്തെ ഭരണാധികാരിയായിരുന്നു? കാബൂളിലെ ഭരണാധികാരിയായിരുന്നു. ബാബർ എവിടുത്തെ ഭരണാധികാരിയായിരുന്നു? കാബൂൾ. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു പോയിന്റ് കൂടെ പഠിക്കാം. ഈ ബാബറുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കാബൂളിലാണ്. മനസ്സിലായോ? ബാബറുടെ ശവകുടീരം എവിടെയാണ്? കാബൂൾ. എങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യം, മുഹമ്മദ് ഗോറി എവിടുത്തെ ഭരണാധികാരിയായിരുന്നു? അഫ്ഗാനിസ്ഥാനിലെ ഖോർ രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ഗോറി. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നു ബാബർ എവിടുത്തെ ഭരണാധികാരിയായിരുന്നു? അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലെ ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ ബാബർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ആ കാലഘട്ടമൊക്കെ ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പഠിക്കുകയാണ്. മനസ്സിലായോ? ഈ ആദ്യം രാജാക്കന്മാരെ നമുക്ക് പഠിക്കാം. അതിന് നമുക്കൊരു കോഡുണ്ട്. എന്തെന്നറിയാവോ? അഗിദുസലോ. ഓക്കെ അല്ലേ? അഗിദുസലോ പോലെ ഇവിടെ മുഗൾ രാജാക്കന്മാർക്ക് ഒരു കോഡുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? പണ്ടൊക്കെ നമ്മൾ പഠിച്ചിരുന്നത് ബാജ് സാബ് എന്നാണ്. ബാജ് സാബ് നിങ്ങൾ പഠിച്ചോണം. ബാജ് സാബ്, SAB, ബാജ് സാബ്. ഓക്കെ. ഇനി നമുക്ക് എന്താണ് ബാജ് സാബ് എന്ന് നോക്കാം. ആദ്യത്തെ ബി നിങ്ങൾ മനസ്സിലായി കാണാം. ആദ്യത്തെ ബി എന്താണ്? എന്താ? ബാബറാണ്. എച്ച് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലായി, ഇവിടെ എഴുതിയിട്ടുണ്ട്. എച്ച് ഹുമയൂൺ. ഇങ്ങനെ പറ. എ എന്തായിരിക്കും? എ അക്ബറാണ്. എ എന്താണ്? അക്ബറാണ്. എങ്കിൽ ജെ പറഞ്ഞേ. ജഹാംഗീർ ആണ്. അപ്പൊ എസ്ഒ ഷാജഹാനാണ്. ഇനി അടുത്ത എയോ? ഔറംഗസീബ്. ലാസ്റ്റ് കിടക്കുന്ന ബിയോ? ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡ്. ഇത്രയും കാര്യം ഓക്കെ ആണോ? കുഴപ്പമില്ലല്ലോ. യെസ്. അപ്പം ബാജ് സാബ് സെറ്റായിട്ട് മനസ്സിലായേ. ഇനി അതിൽ ആദ്യത്തെ ആള് ബാബറാണ്. ബാബറുടെ ഭരണകാലഘട്ടം
1526 മുതൽ 1530 വരെയുള്ള ഒരു 4 വർഷം മാത്രമേ ആർക്ക് ഭരണം നടത്താൻ പറ്റുള്ളൂ? ബാബർക്ക് ഭരണം നടത്താൻ പറ്റുള്ളൂ. അപ്പൊ 1526 എന്താണ് മുഗൾ രാജവംശം സ്ഥാപിക്കുന്നു. 1530 അദ്ദേഹത്തിന്റെ ഭരണം അവസാനിക്കുകയാണ്. അടുത്ത വരുന്നത് ഹുമയൂണാണ്. ഹുമയൂൺ എഴുതുന്ന സമയത്ത് അവിടെ നോക്കണേ, ഇടയ്ക്കൊരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലേ. അതായത് 1530 ഹുമയൂൺ ഭരണത്തിൽ വരികയും 1540 അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം അവസാനിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഇദ്ദേഹത്തിന്റെ ആദ്യ ഭരണ കാലഘട്ടം അവസാനിക്കുന്നു എന്ന് പറയാം 1540. ഓക്കെ, ഇനി ഈ 1540 ആകുന്ന സമയത്ത് ഇവിടെ പുതിയൊരു രാജവംശം ഇടയ്ക്കൊന്ന് കയറുന്നുണ്ട്. ആ രാജവംശത്തിന്റെ പേരാണ് സൂർ രാജവംശം. മനസ്സിലായോ? ആരുടെ കയ്യിൽ നിന്ന് ഭരണം പോകുന്നു? ഹുമയൂണിന്റെ കയ്യിൽ നിന്ന് ഭരണം പോകുന്നു. എന്നാൽ ഹുമയൂൺ വീണ്ടും എന്ത് ചെയ്യുകയാണ്? ഭരണം തിരിച്ചു പിടിക്കുകയാണ് 1555. അതാണ് വീണ്ടും 1555 മുതൽ 1556 വരെ ആരുടെ ഭരണ കാലഘട്ടം ഉണ്ടെന്ന് പറയുന്നത്? നമ്മുടെ ഹുമയൂണിന്റെ ഭരണ കാലഘട്ടം ഉണ്ടെന്ന് പറയുന്നത്. അവിടെ ഏകദേശം ക്ലിയർ ആയോ? ഇപ്പൊ ബാബറായി, അടുത്ത ഹുമയൂണായി. ഹുമയൂണിന്റെ കാലഘട്ടം 1530 മുതൽ 1540 വരെ വരുന്നു. അതിനുശേഷം 1555 മുതൽ 1556 വരെ വരുന്നു. ഓക്കെ, അടുത്ത വരുന്നത് അക്ബറാണ്. 1556 മുതൽ 1605 വരെയാണ് ആരുടെ കാലഘട്ടം എന്ന് പറയുന്നത്? അക്ബർ. അപ്പം 1605 അക്ബർ വരുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ എന്നതാണ് ഈ അക്ബർ അല്ലേടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച സമയത്തെ മുഗൾ ഭരണാധികാരി അല്ലെ. ഇപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച് ഒരു 5 വർഷം കൂടെ കഴിയുമ്പോഴേക്കും ആര് ഭരണത്തിൽ നിന്ന് പോകുന്നു? അക്ബർ പോവുകയാണ്. അതിനുശേഷം ആര് വരുന്നു? ജഹാംഗീർ വരികയാണ്. 1605 ആര് വരുന്നു? ജഹാംഗീർ. 1627 വരെ ആരുടെ ഭരണ കാലഘട്ടമാണ്? ജഹാംഗീറിന്റെ ഭരണ കാലഘട്ടമാണ്. മനസ്സിലായോ? യെസ്. അതുകൊണ്ടാണ് നോക്ക്, നമ്മളെ അക്ബർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച് 5 വർഷത്തിന് ശേഷം മരണപ്പെടുന്നു. അതുകൊണ്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികൾ അതിനുശേഷമുള്ള ജഹാംഗീറിന്റെ സദസ്സിൽ വന്നത്. ഓക്കെ, അടുത്ത വരുന്നത് ഷാജഹാൻ. ഷാജഹാന്റെ കാലഘട്ടം 1627 മുതൽ 1658 വരെ. 1627 മുതൽ 1658 വരെയാണ് ആരുടെ കാലഘട്ടം എന്ന് പറയുന്നത്? ഷാജഹാന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ശേഷം വന്നത് ആരാണ്? ഔറംഗസീബാണ്. 1658 മുതൽ 1707 വരെയാണ് ആരുടെ കാലഘട്ടം എന്ന് പറയുന്നത്? ഔറംഗസീബിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഔറംഗസീബിന്റെ കാലഘട്ടം. ഈ ഔറംഗസീബോട് കൂടി എന്ന് പറഞ്ഞാൽ ഈ എന്താണ് മുഗൾ രാജവംശത്തിന്റെ ഒരു പ്രതാപ കാലഘട്ടം എവിടെ അവസാനിക്കുകയാണ്? ഔറംഗസീബോട് കൂടി അവസാനിക്കുകയാണ്. ഔറംഗസീബിന്റെ ശവകുടീരം എവിടെയാണ്? ദൗലത്താബാദ്. അങ്ങനെയാണെങ്കിൽ ബാബറിന്റെ എവിടെ ആയിരുന്നു? ഇവരെല്ലാം എന്തെന്നാണ് ഈ പറഞ്ഞ ശവകുടീരം പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഹുമയൂണിന്റെ എവിടെ അറിയാവോ? ഹുമയൂണിനെ നിങ്ങൾക്ക് പറയാൻ പറ്റും. 1857 കലാപം പഠിച്ച ഒരാൾക്ക് ഹുമയൂണിന്റെ ശവകുടീരം എവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റും? ഡൽഹിയാണ്. ഹുമയൂണിന്റെ ശവകുടീരം എവിടെയാണ്? ഡൽഹി. ഇതാണ് ഈ ഒരു ഹാ വെച്ച് അങ്ങ് എന്ത് പഠിച്ചോണം? ഡൽഹി പഠിച്ചോണം. ഇനി അക്ബറുടെ പഠിക്കാൻ എളുപ്പമാണ്. അക്ബർ സിക്കന്ദരയാണ്. മനസ്സിലായ? അക്ബറുടെ ശവകുടീരം എവിടെയാണ്? സിക്കന്ദരയാണ് ആരുടെ ശവകുടീരം? ആരുടെ? നമ്മുടെ അക്ബറിന്റെ ശവകുടീരം. ഇനി ജഹാംഗീർ നോക്ക്, ഹായും ഇറും കൂടെ വെച്ചാൽ പിടിച്ചാൽ മതി. ലാഹോർ ആണ്. ജഹാംഗീർ എവിടെയാണ്? ലാഹോർ. യെസ്. ഷാജഹാൻ എവിടെ ആയിരിക്കും? ഇവിടെ എവിടെയാണ്? ആഗ്രയിലായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയോട് അത്രയും സ്നേഹമുള്ള ആളാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഭാര്യയെ കളഞ്ഞാൽ അദ്ദേഹം എവിടെ പോകാൻ വഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം എവിടെ തന്നെയാണ്? ആഗ്രയിൽ. മനസ്സിലായ? ആഗ്രയിലായിരിക്കും. അപ്പൊ ഔറംഗസീബിനെ കണ്ടു. എവിടെയാണ്? ദൗലത്താബാദ്. ഇനി പീരങ്കിയും വെടിമരുന്നും യുദ്ധത്തിൽ ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് ബാബർ. അത് ഒന്ന് ഓർത്തു വെച്ചോണം, ചിലപ്പോൾ ചോദിക്കാം. പീരങ്കിയും വെടിമരുന്നും ഉപയോഗിച്ച ആദ്യ ഭരണാധികാരി ആരാണ്? ബാബറാണ്. ഓക്കെ, മുഗൾ ഭരണത്തിലെ
പ്രധാനപ്പെട്ട പദവികൾ വഹിച്ചിരുന്ന വ്യക്തിത്വങ്ങളായിരുന്നു രജപുത്രന്മാർ എന്ന് പറയുന്നത്. മുഗൾ ഭരണത്തിൽ പ്രധാന പദവികൾ അലങ്കരിച്ചിരുന്ന ആരാണ്? രജപുത്രന്മാർ ആയിരുന്നു, രജപുത്രന്മാർ. അതിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് രാജ മാൻസിംഗ്, രാജ തോഡർമാൻ, ബീർബൽ, രാജ ജയ്സിംഗ്. മനസ്സിലായോ? രാജ മാൻസിംഗ്, രാജ തോഡർമാൻ, അതുപോലെ തന്നെ ബീർബൽ, രാജ ജയ്സിംഗ്. ഇതിൽ ആരെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? ബീർബലിനെ കേട്ടിട്ടുണ്ട്. വേറെ ആരെല്ലാം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല അല്ലെ? കുഴപ്പമില്ല. യെസ്. ഇനി ഭരണത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്ന ഏക മുഗൾ ഭരണാധികാരി ആരായിരുന്നു? അതാരാണ്? നമ്മൾ നേരത്തെ കണ്ടു. ആരാണ്? ഹുമയൂണാണ്. ഹുമയൂൺ എന്ത് ചെയ്യുന്നു? ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ഭരണം നഷ്ടപ്പെടുന്നു. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ